ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊക്കെ അറിയാം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആകർഷണ നിയമമാണ്. പ്രപഞ്ചത്തിൽ 12ഓളം ആകർഷണ നിയമമുണ്ട്. അതിലൊരു നിയമമാണ്, അതായത് 9ാമത്തെ നിയമമാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. ആദ്യത്തെ നിയമം ഇതാണ്, ലോ ഓഫ് ഡിവൈൻ വൺനെസ്. ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്. അതായത് ഒരു ആളുടെ ഉപബോധ മനസ്സ് വേറൊരാളുടെ ഉപബോധ മനസ്സുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേപോലെ വേറൊരു നിയമം ലോ വൈബ്രേഷൻ. എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും എന്തുണ്ട്? ഊർജ്ജമുണ്ട്. ഓക്കെ, നമ്മളൊക്കെ എനർജീസാണ്. നമ്മുടെ ശരീരത്തിലെല്ലാം എനർജിയാണ്. എല്ലാ വസ്തുക്കൾക്കും എനർജി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പലതും നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നത് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒന്നാണ്, എല്ലാ വ്യക്തി. അതാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും, അതായത് വ്യത്യസ്ത സ്വഭാവ സവിശേഷത ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാവരിലും ഒന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് അത് കണക്റ്റഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് നെഗറ്റീവായി പറയുമ്പോഴും അല്ലെങ്കിൽ അവരെപ്പറ്റി നമ്മൾ ഗോസിപ്പ് പറയില്ലേ, ഈ ഗോസിപ്പ് പറയുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു വൈബ്രേഷൻ അവരിലേക്ക് പോകുന്നുണ്ട് നമ്മളറിയാതെ. അപ്പോൾ ആ ഒരു ബന്ധത്തിന് പോലും ഉലച്ചിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഈ ഗോസിപ്പ് പറയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനു മുൻപേ അറിയില്ലായിരിക്കാം. നമ്മളറിയാതെ ചെയ്തു പോയ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്ത് റീപ്രോഗ്രാമിങ് ചെയ്ത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ സമൃദ്ധിയോടെയൊക്കെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. പലരും പറയും, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ ഈ ലോ അട്രാക്ഷൻ? അതെന്തോ ഒരു വലിയൊരു സംഭവമോ അല്ലെങ്കിൽ അതെന്തോ ഒരു കോഴ്സോ അല്ലെങ്കിൽ അതെന്തോ ഒരു സംഗതിയാണ്, ഇതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെയാണ് പലരും പറയാറ്. പക്ഷേ നമ്മൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കുന്ന സമയത്ത് പല പല പ്രശ്നങ്ങളുടെയാണ് അതായത് കലിയുഗമാണെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ല യുഗമല്ല, കലിയുഗം. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കലിയുഗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റുന്നില്ല. പല പല ന്യൂസുകൾ നമ്മളിന്ന് കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുകയും അല്ലെങ്കിൽ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലാകെ എപ്പോഴും ടെൻഷനും പല പല, ഇനിയിപ്പോൾ ഒന്നും ചിന്തിക്കാനില്ലെങ്കിൽ നമ്മളൊന്ന് ടി വി ഓണാക്കിയാൽ തന്നെ നമുക്ക് പല പല ന്യൂസുകൾ നമുക്ക് കാണാം. സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഒരുപാട് ന്യൂസുകൾ നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സറിയാതെ അതിൽ കൂടെയൊക്കെ പോകും. നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നിരന്തരം നമ്മൾ ഈ ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മളറിയാതെ നമ്മുടെ ലൈഫിലേക്ക് നാം അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാം നെഗറ്റീവ് ന്യൂസുകൾ കാണരുത് എന്ന് പറയുന്നത്. നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, അത് നമുക്ക് ഭയം വരും. അതൊന്ന് ചിന്തിക്കുമ്പോഴേക്കും, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും നമുക്ക് ഭയമാണ് ഉള്ളിൽ വരിക. അയ്യോ, നമ്മുടെ ലൈഫിലൊക്കെ അങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ നിരന്തരം നമ്മളില്ലാത്ത സംശയം നമ്മൾ കൊണ്ടിടും. അങ്ങനെ ആ ഭയം എന്താവും? അവിടെ കിടന്ന് അത് ദിവസങ്ങളോളം ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകതയുണ്ട്. നല്ലത് ഏതാണോ ചീത്തത് ഏതാണോ തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഉപബോധ മനസ്സിലില്ല. എന്തും നമ്മൾ കൊടുക്കുന്നതായ കാര്യങ്ങൾ അത് ഒപ്പിയെടുക്കും. അത് നിരന്തരം വന്നു പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അത് റിയാലിറ്റിയിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ നാം ശ്രദ്ധിക്കണം, മനഃപൂർവ്വം. അതാണ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പല പ്രാക്ടീസുകളും ചെയ്യുന്നവരായിരിക്കാം, നമ്മൾ പല കോഴ്സിൽ അറ്റൻഡ് ചെയ്തവരായിരിക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നുണ്ടാവും, ഓക്കെ, അഫർമേഷൻ പറയുന്നുണ്ടാവും. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണ്. അതായത് ടി വി ന്യൂസ്, പത്രം, ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ കാണുന്ന ഈ നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പോൾ നമ്മൾ വായിച്ചു പോകും അല്ലെങ്കിൽ നമ്മൾ കേട്ടുപോകും. പക്ഷേ നമ്മൾ ആ സമയം അത് കേട്ടു എന്ന് കരുതി അത് മനസ്സിലിട്ട് വീണ്ടും അതിലേക്ക് മൈൻഡ് പോക്കാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അഥവാ നമ്മൾ കേട്ടു, നമ്മൾ ക്യാൻസൽ പറയുക, സ്വിച്ച് വേർഡാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ മനഃപൂർവ്വം നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ നിറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ മൊബൈൽ എല്ലാവരുടെ കയ്യിലുമുണ്ട്. അപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ്, പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത വീഡിയോസ് കാണാൻ കഴിയും. അല്ലെങ്കിൽ നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്ന എന്തെങ്കിലും
കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ, അതുപോലെ പക്ഷികളെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ മൃഗങ്ങൾ ഈ കാടൊക്കെ കാണിക്കും, ഫോറസ്റ്റൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അതെല്ലാം നമുക്കിങ്ങനെ മനഃപൂർവ്വം വാച്ച് ചെയ്യാം. കാരണം അതായത് ഈ നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതെല്ലാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തകളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും ഈ നെഗറ്റീവ് തോട്ട്സുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു സമാധാനം നഷ്ടപ്പെടാനും വീണ്ടും നമ്മൾ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് പോയി മറയാനും. അപ്പോൾ ബോധ മനസ്സിനെ നാം റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായൊരു സംഭവമാണ്. ഇതിന് ഏറ്റവും നല്ല ടൂളെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക തന്നെയാണ്. എപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ ആ ദിവസം നമ്മൾ ആരെ പറ്റിയെങ്കിലും ഒന്ന് ഗോസിപ്പ് പറഞ്ഞു പോയി, ഓക്കെ, ആരെ പറ്റിയെങ്കിലും നമ്മൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരെ എത്രത്തോളം ബ്ലെസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം ഇരുന്ന് മാറ്റി പറയുക. അവർ നല്ല വ്യക്തിയാണ്, അവർക്ക് ധാരാളം അനുഗ്രഹം തരട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവർ ഉയർന്ന നിലയിലെത്തട്ടെ, അവർക്ക് എന്താണോ വേണ്ടത് അവരെല്ലാം ലഭിക്കട്ടെ, എന്നിട്ട് അതൊന്ന് വിഷ്വലൈസേഷനും ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പം എന്താവും, നമുക്ക് അവരെക്കുറിച്ചുള്ള ആ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി മാറുകയും നമ്മുടെ കാര്യം ഓക്കെ ആവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഗ്രോസിപ്പ് പറയുന്ന സമയത്ത് ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്യും. ശരിയായിരിക്കാം, നമ്മൾ പറയുന്നതായിട്ടുള്ള സംഭവങ്ങളെല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കാം, നെഗറ്റീവായിരിക്കും അവർ, നമ്മളതിനെ വേദനിപ്പിക്കുന്നവരും, അല്ലെങ്കിൽ നമുക്ക് അത്രയേറെ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നായിരിക്കും. എന്നിരുന്നാലും മനഃപൂർവ്വം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് നെഗറ്റീവ് ചിന്തകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ആളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേറൊരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണക്റ്റഡാണ്. അപ്പോൾ എന്ത് നമ്മളിവിടുന്ന് അവരെ പറ്റി ഗോസിപ്പ് പറയുക ആയിക്കൊള്ളട്ടെ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോട്ടെ, പറയുമ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ അവരിലേക്ക് പോകും. അപ്പോൾ ബന്ധം കൂടുതൽ വഷളാവുക ചെയ്യുന്നത്. വഷളാകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും? ഒരിക്കലുമില്ല അല്ലേ. അപ്പോൾ മനഃപൂർവ്വം നമ്മൾ ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ലോ ഓഫ് വൈബ്രേഷൻ ഉണ്ട്, അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വൈബ്രേഷൻ ഉയർന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുക. വൈബ്രേഷൻ എങ്ങനെയാണ് ഉയർത്തേണ്ടത്? ഫസ്റ്റ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ നമ്മൾ ആ മാന്ത്രിക കല്ല് പരിശീലനമുണ്ട്, ആ ഒരു മാന്ത്രിക കല്ല് എടുത്ത് വെച്ച് നമ്മളത് പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ അഫർമേഷൻ പറയും. എത്ര വിഷമമുള്ള ഘട്ടത്തിലാണെങ്കിലും ആ ഒരു വിഷമഘട്ടത്തിന് പോലും നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഊർജ്ജമുണ്ട്, ഓക്കെ, ഒന്നൊന്നിനോട് കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഓരോ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നമ്മളത് വിശ്വസിക്കുക തന്നെ ചെയ്യുക. നമ്മളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ. അപ്പോൾ നമ്മൾ അഫർമേഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഒരു സംശയം വരും, അയ്യോ ഞാൻ പൂർണ്ണ ആരോഗ്യവാനല്ലല്ലോ, അല്ലെങ്കിൽ ആരോഗ്യവതിയല്ലോ. നമ്മുടെ ശരീരത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് കേൾക്കും. നമ്മുടെ കണ്ണുകളോട് നമ്മൾ പറയാം, കാഴ്ചശക്തി കുറച്ച് കാണുന്നില്ല എന്ന് വിചാരിക്കുക, അതായത് കുറച്ചൊരു മങ്ങി വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണ്ണിനോട് പറയാം, എൻ്റെ കണ്ണ് പൂർണ്ണ, അതായത് പെർഫെക്റ്റ് കാഴ്ചശക്തി വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കണ്ണിനോട് നമുക്ക് പറയാം. ശരീരത്തിനോട് പറയാം, ഇന്ന് ഞാൻ നല്ല സ്മാർട്ടായിട്ടിരിക്കും, എന്നെ നീ കാക്കണം. എൻ്റെ ശരീരത്തോട് തന്നെ നമ്മൾ സംസാരിക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ പവർ, അതായത് പ്രപഞ്ചം ഒരിക്കലും തീരുമാനം എടുക്കില്ല. തീരുമാനം എടുക്കുന്നത് ആരാണ്? മനുഷ്യർ തന്നെയാണ്. പ്രപഞ്ചത്തോട് നമുക്ക് കൽപ്പിക്കാനാണ് അധികാരമുള്ളത്. നമുക്ക് എന്ത് വേണേലും പ്രപഞ്ചത്തോട് ചോദിക്കാം, ഓക്കെ. ഇനി ചോദിച്ചിട്ട് നമുക്കത് ലഭിച്ചില്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ഇടുന്നത് നമ്മൾ തന്നെയാണ്. എന്തോ ഒരു ബ്ലോക്ക് അവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് ചിലപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ സങ്കടം വന്ന സമയത്ത് ചിന്തിച്ച് പോയിട്ടുണ്ടാവും. ആ ഇമോഷൻസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഇന്നത്തെ ഇമോഷൻസ്? മനഃപൂർവ്വം മനസ്സിനെ റീപ്രോഗ്രാമിങ്, എന്നും ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തിരിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ധ്യാനമാണ്. ധ്യാനം മുടക്കാതിരിക്കുക, കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാം, ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ വിഷ്വലൈസേഷൻ, മെഡിറ്റേഷനൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നത്, അടിഞ്ഞുകൂടുന്നത് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ പത്രം, മാക്സിമം നിങ്ങൾക്കുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും വഴി കൂടെ ലഭിക്കും. ഈ പത്രം വായിക്കാൻ അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ
ന്യൂസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തലക്കെട്ട് വായിച്ച് അപ്പം തന്നെ ക്യാൻസൽ എന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് വേഗം അത് മറിച്ചവിടെ വെക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല ന്യൂസുകളും കാണാറുണ്ട് അല്ലേ. അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുക. ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചാൽ അത് മനസ്സിൽ നിന്ന് അത് എടുത്ത് മാറ്റി ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമ്മുടെ ഇത്രയും കാലം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്ന പല നെഗറ്റീവ് തോട്ട്സുകളെല്ലാം മനഃപൂർവ്വം എടുത്ത് മാറ്റി പോസിറ്റീവായ വാക്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനെങ്കിലുമൊക്കെ നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി നമ്മൾ ശ്രമിക്കുകയോ, അതിനിപ്പം നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയോ, അല്ലെങ്കിൽ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്കൊരു ചിന്ത മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ചിലർ പറയും നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് നിൽക്കുക, അപ്പോൾ നമ്മൾ അവിടേക്ക് നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് നല്ല ഇതും കിട്ടുമോ, ഗുണവും കിട്ടുമോ, നല്ല കാര്യം ഉണ്ടാവുമോ? അങ്ങനെയാണ് മനുഷ്യർ. കാരണം നമ്മൾ നല്ല ആഗ്രഹിച്ച് നമ്മുടെ അത് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയും ചില കൂട്ടരുണ്ട്. സംശയമാണ് എല്ലാത്തിനും, എന്തിനും. ഒരു മനസ്സറിഞ്ഞ് ഇപ്പോൾ ജയിച്ചു വാ, അല്ലെങ്കിൽ യെസ് അത് നന്നായി തീരട്ടെ എന്ന് പറയാൻ മനുഷ്യർക്ക് കഴിയില്ല. ഓക്കെ, ആ ഒരു തലത്തിലോട്ട് നമ്മൾ ഉയരണം. നമ്മുടെ ബോധം ഉയർത്തണം നമ്മൾ. അതായത് എന്തിനും ഇതിനും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയും പോസിറ്റീവായ ചിന്ത എന്നാണ് നിറയ്ക്കണം. ഈ ചിന്തകൾ പല രോഗങ്ങളെയും വിളിച്ചു വരുത്തും. കാരണം നമുക്ക് പ്രാണവായു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ചിന്തിക്കും രോഗത്തെക്കുറിച്ച്. ഇനിയിപ്പോൾ ചെറിയ എന്തെങ്കിലും തലവേദന ഇരിക്കും, അപ്പോൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുക ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അസുഖമായി തീരുമോ. അങ്ങനെ നമ്മൾ ഡെയിലി അതിനെപ്പറ്റി ചിന്തിച്ച് കൂട്ടി ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ആ ഒരു അസുഖമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നിനെ പറ്റി ബോധേഡാവരുത്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. മനസ്സിൻ്റെ കരുത്ത് കൊണ്ട് നമുക്ക് പലതും നമുക്ക് നേടാൻ സാധിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മൈൻഡ് പവർ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കും. അപ്പോൾ നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിന് അതീന്ദ്രിയമായ ശക്തിയുണ്ട്, ജ്ഞാനവും. ഓക്കെ, അതുപയോഗിച്ച് അത് വെച്ചാൽ അത് ഉണർത്താനുള്ള അറിവില്ലായ്മയാണ് പലർക്കും ഉള്ളത്. അത് ഉണർത്താൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ചിന്ത വന്ന് മൂടുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ വൈബർ എന്താവും, താഴേക്ക് പോവുക. വൈബ് താഴേക്ക് പോകുമ്പോൾ എന്താവും, നമുക്കുണ്ടാവുക നിരാശ, വെറുപ്പ്, മറ്റുള്ളവരുടെ അസൂയ, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടാകുമ്പം കൂടുതലായിട്ടും എന്താ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ സാധിക്കുമോ? ഇല്ല, ഉയരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു മാറ്റുക. അതാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്, ഉപബോധ മനസ്സ് റീപ്രോഗ്രാമിങ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ ചില പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി എന്താവും, അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ അതിലേക്ക് പോകാനൊന്നും തോന്നില്ല. അപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. ഈ ഹാപ്പിനെസ് വന്നാൽ തന്നെ നമ്മുടെ വൈബ്രേഷൻ ഉയരും. വൈബ്രേഷൻ ഉയർന്നാൽ എന്താണ് അവസ്ഥ? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നമുക്ക് നടക്കും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ചിന്ത എന്താണ്? ഞാൻ ഇന്ന് രാവിലെ ഉണർന്ന ഉടനെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ അഫർമേഷൻ പറഞ്ഞോ, എല്ലാം എന്തിനൊന്നുകൂടി റിലേറ്റഡ് ആണ്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് മാത്രമാണ് സാധിക്കുക എന്ന് കരുതി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഒരു ലക്ഷ്യത്തിലേക്ക് വേഗം അടുക്കുക, ഈസി ആയി എഫേർട്ട്ലെസ്ലി ഒക്കെ അതിലേക്ക് അടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ല. നമ്മളൊരു ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയുള്ള ചില പ്രയത്നങ്ങളും നടത്തണം അല്ലേ. നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് നമ്മളെന്ത് ചെയ്യണം, നമ്മളതിനെ പുഷപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് കുറേ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറേ അഫർമേഷനൊക്കെ ചെയ്ത് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കില്ല. നമ്മൾ അത് എഴുതി വെക്കുമ്പോൾ, നമ്മൾ ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് എത്താനുള്ള സാഹചര്യം നാം പോലും അറിയാതെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പല ഇതിലൊക്കെ പെട്ടുപോകാറുണ്ട് ചില ആൾക്കാർ. ഇതിൽ പെട്ടുപോകാന്ന് പറഞ്ഞാൽ പല വിഷമഘട്ടത്തിലും പെട്ടുപോകുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു വ്യക്തി നല്ല ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി വരികയാണ്. അപ്പോൾ അവർ പറയും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ചില കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്ത ഉടനെ നമ്മൾ ജോലിക്കാണെങ്കിൽ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമ്മൾ പോകുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. പക്ഷേ അത് വീണ്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ പൊടി തട്ടി കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ പഴയ ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ അവിടെ നിന്ന് നമുക്ക് മറ്റൊരാൾ നമ്മെ മുതലെടുക്കുന്നത് പോലും മനസ്സിലാക്കാനുള്ള ഒരു പവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും.
അതുകൊണ്ടാണ് ധ്യാനം ശീലമാക്കണം എന്ന് പറയുന്നത്. ഈ ധ്യാനിക്കുമ്പോൾ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കും. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു പോട്ടെ 2 ആഴ്ച ധ്യാനിച്ച് കഴിഞ്ഞാൽ നിർത്തി, അങ്ങനെയല്ല. ധ്യാനത്തിൻ്റെ പവർ എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം ബെനിഫിറ്റ് ലൈഫിലേക്ക് വരും. നമുക്ക് മനസ്സിലാവും. അതായത് നമ്മെ ഒരാൾ പറ്റിക്കുകയോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നത് നമ്മെ മുതലെടുക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് തോന്നണം. ആ ഒരു ചിന്ത നമുക്ക് വരണം. എന്നാലല്ലേ മനസ്സിലാവും വേറൊരാൾ നമ്മെ യൂസ് ചെയ്യുകയാണ് എന്നുള്ളത്. അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഈ ധ്യാനത്തിലൂടെയാണ്. ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും നല്ല, അതായത് മെഡിറ്റേഷൻ ശീലമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തോട് നമുക്ക് എന്തും ചോദിക്കാം. പ്രപഞ്ചം ഒരു തീരുമാനം എടുക്കില്ല. നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ എല്ലാത്തിനും മെയിൻ കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അപ്പോൾ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ചിലപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നെഗറ്റീവ് ആണ് ആൾ, അവരുടെ ക്യാരക്ടർ നമുക്കറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അവർ നല്ലവനാണ്, എന്നോട് നല്ല രീതിയിലേ അവൻ സംസാരിക്കും, പെരുമാറുള്ളൂ, അവൻ നല്ലൊരു മനസ്സ് തന്നിരിക്കുന്നു. യെസ്, ഓക്കെ, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആ വ്യക്തിയുടെ എന്താവും, സബ് കോൺഷ്യസ് മൈൻഡ് അത് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി എന്താവും, ആ വ്യക്തിക്ക് നമ്മളോട് അങ്ങനെ പെരുമാറാനേ കഴിയുള്ളൂ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടെ ഒരു വ്യക്തിയെ കാണുകയോ, ചിലപ്പോൾ അവരങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മളിങ്ങനെ ചിലപ്പോൾ അവരുടെ ഒരു നേച്ചറായിരിക്കും അങ്ങനെ. സംശയം മൂലം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്റ്റാണ് അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഉപബോധ മനസ്സ് എല്ലാവരുടെ ഉപബോധം ഒന്നിൽ നിന്ന് കണക്റ്റഡ് ആവാം. അപ്പോൾ നമ്മൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ പ്രാക്ടീസും ചെയ്യുക. താങ്ക് യു.